എറണാകുളത്ത് റെയിൽവേ ട്രാക്കിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കൊച്ചിയിൽ നിന്ന് കെബിൻ കെന്നഡി ഉണ്ട്. കെബിൻ, എന്താണ് സംഭവം? പോലീസ് എന്താണ് പറയുന്നത്? ആലുവ റെയിൽവേ ട്രാക്കിലാണ് ഇത്തരത്തിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പമ്പ് ജംഗ്ഷന്റെ സമീപമുള്ള ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെയാണ് ആദ്യത്തെ മൃതദേഹം. ആലുവ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നാണ് ആദ്യത്തെ മൃതദേഹം കണ്ടെത്തിയത്. ഗോപാലകൃഷ്ണന്റെ മൃതദേഹമാണ് ഇതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരു യുവാവിന്റെ മൃതദേഹമാണ്. അതായത് ഈ ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപം ഈ പ്ലാറ്റ്ഫോമിനോട് ആദ്യ മൃതദേഹം കടന്ന് തൊട്ടടുത്ത് 100 മീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരു മൃതദേഹം കണ്ടെത്തിയത്. ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സമീപവാസിയാണ്. അദ്ദേഹത്തെ വീട്ടിൽ കയറ്റുന്നില്ല, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉള്ളവ ഉണ്ടെന്ന് സൂചിപ്പിച്ചാണ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവിന്റെ മൃതദേഹം എങ്ങനെയാണ് റെയിൽവേ ട്രാക്കിൽ എത്തിയത്? ഇത് കൊലപാതകമാണോ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റെയിൽവേ ട്രാക്കിലൂടെ നടന്നുപോയ സാഹചര്യത്തിൽ അപകടം പറ്റിയതാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഈ മേഖലകളിലുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഇപ്പോൾ ഇരു മൃതദേഹങ്ങളും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആതിര. ശരി, കെബിൻ കെന്നഡിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.